ഹായ് ഗായ്സ്, ICT വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് മലപ്പുറം ജില്ലയിലുള്ള കൊടികുത്തിമലയുടെ മുകളിലേക്കാണ്. ഇവിടെ ചാർജ് വരുന്നത് മുതിർന്ന ആളുകൾക്ക് 40 രൂപയും കുട്ടികൾക്ക് 20 രൂപ എന്നീ നിരക്കിലാണ്. പിന്നെ ഫോട്ടോഗ്രാഫി പർപ്പസിന് വരുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് എക്സ്ട്രാ 150 രൂപ കൂടി ഈടാക്കുന്നുണ്ട്. ഇവിടെ സൈഡിലായിട്ട് ചെറിയ കുളം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെയുള്ള ചുമരുകളിലൊക്കെ നല്ല രീതിയിലുള്ള ചിത്രപ്പണികൾ കാര്യങ്ങളൊക്കെ ഇപ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുന്നിലായിട്ട് ചെറിയൊരു പാലം കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു ഗേറ്റും. അതിന് സൈഡിലായിട്ട് ചെറിയൊരു അരുവി ഒഴുകുന്നുണ്ട്. പിന്നെ റൈറ്റ് സൈഡിലായിട്ട് കൊടികുത്തിമലയുടെ ഒരു ചെറിയ മാപ്പ് രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കതൊക്കെ വിശദമായിട്ട് നോക്കാൻ കഴിയും. അതുപോലെ കൊടികുത്തിമലയുടെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ഇവിടെ മൊത്തം എഴുതി വെച്ചത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ അത് പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലം ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പച്ച പുതച്ച് നിൽക്കുന്ന പോലെയാണ് കൊടികുത്തിമല നിൽക്കുന്നത്. ഏകദേശം ഒരു 3 കിലോമീറ്ററിൻ്റെ അടുത്ത് നമുക്ക് മുകളിലേക്ക് നടക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വാച്ച് ടവറിന് മുകളിലെത്തുക. അപ്പോൾ നമ്മൾ കൊടികുത്തിമലയുടെ ഏകദേശം ഫസ്റ്റത്തെ വ്യൂ പോയിൻറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാനുള്ള കുറച്ച് സ്പേസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓരോ പ്രാവശ്യം വരുമ്പോൾ ഇവിടെ പല പല മാറ്റങ്ങളാണ് വരിക. ഇവിടെ ആയിട്ട് നമ്മളെ ബാക്കിലായിട്ട് ഒരു ആർച്ച് രീതിയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു വഴി ഇറങ്ങിയിട്ട് വേണം നമുക്ക് വ്യൂ പോയിൻറ്റിൽ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ ഫസ്റ്റത്തെ വ്യൂ പോയിൻറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. കൊടികുത്തിമലയുടെ മുകളിലുള്ള നമ്മുടെ ഈ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് ഇവിടെ ആയിട്ടൊരു ലവ് ചിഹ്നം കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വ്യൂ ആണ്. ഇവിടെ നിന്ന് നമുക്ക് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നൊരു പ്ലേസാണ്. ഇതിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് കാണുന്നത് പെരിന്തൽമണ്ണ ഭാഗമാണ്. ഇതാണ് വാച്ച് ടവറിന് മുകളിൽ നിന്നുള്ള കാഴ്ച. അത്യാവശ്യം നല്ല വ്യൂ ആണ്. ഈ ഒരു സൈഡിലായിട്ട് ചെറിയ രീതിയിലൊക്കെ കോട പാസ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മളിവിടെ കറക്റ്റ് വഴി കൂടി നല്ല കയറി പോകുന്നത്. ഇവിടെ ചെറിയ ചെറിയ ഷോർട്ട് വഴികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ വഴി കൂടെ ഒക്കെയാണ് കയറി പോകുന്നത്. അത്യാവശ്യം കുറച്ച് കാടൊക്കെ മൂടിയിട്ടുള്ള മാതിരത്തൊരു ഏരിയ ആണ്. നമുക്ക് കയറി പോകാനും കുഴപ്പമില്ലാത്തൊരു ഫീല് കിട്ടും. മറ്റേ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മൾ കുറേ കറങ്ങി ഇങ്ങനെ കയറി വരികയാണ്. നല്ല കാഴ്ചയോ നല്ല എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും കിട്ടില്ല. ഇങ്ങനെ ആകുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഏകദേശം ആ ഒരു ഭാഗത്തായിട്ടാണ് കൊടികുത്തിമലയുടെ ടോപ്പ് വരുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഉള്ളൊരു ഭാഗത്തു നിന്നുള്ള കാഴ്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഭംഗിയുള്ള കാഴ്ചയാണ്. ബാക്കിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു പാറയുടെ ചെരിവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ കയറി വന്ന ഭാഗമാണ് ഈ ഒരു സൈഡിലായിട്ട് കാണുന്നത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അധികം ഒരുപാട് കാഴ്ചകളല്ല, ഒരു കുന്നിന് മുകളിലൂടെ ഉള്ള ട്രക്കിങ് കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെയാണ് ഇവിടേക്ക് കൂടുതലായിട്ട് വരിക. കൊടികുത്തിമലയുടെ മുകളിൽ നമ്മൾ രണ്ടാമത്തെ ഒരു വ്യൂ പോയിൻ്റ് ആയിട്ട് കണക്കാക്കുന്ന ഒരു പ്ലേസാണ് ഈ ഒരു ഏരിയ. കുറച്ച് വൈഡായിട്ടുള്ളൊരു ഏരിയ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് ഇരിക്കാനുള്ളൊരു സ്പോട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് താഴെയുള്ള കാഴ്ചകൾ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ അങ്ങോട്ടൊന്നും നമ്മൾ ഇറങ്ങി പോകുന്നില്ല. നല്ല രീതിയിൽ മഴ പെയ്തത് കൊണ്ട് തന്നെ നല്ല വഴുക്കലുള്ളൊരു ഏരിയ ആണ്. അതുകൊണ്ട് നമ്മൾ നേരെ മുകളിലേക്ക് പോവാണ്. ഇനി നമ്മൾ പോകുന്നത് ഈ ഒരു വഴിയിലൂടെയാണ്. അത്യാവശ്യം കുത്തനായിട്ടുള്ളൊരു വഴിയാണ്. കൂടാതെ മഴ പെയ്തിട്ടൊക്കെ ചെറിയ രീതിയിൽ വഴുക്കൽ കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് മാത്രമേ നമുക്ക് മുകളിലേക്ക് കയറി പോകാൻ കഴിയുള്ളൂ. പിന്നെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. കാരണം നമ്മൾ അധികം റെസ്റ്റ് എടുത്തിട്ടൊന്നല്ല കയറി വരുന്നത്. ഈ ഒരു ചെരിവ് കയറി കഴിഞ്ഞാൽ നമ്മൾ നേരെ ഒരു കോൺക്രീറ്റ് ചെയ്തൊരു വഴിയിലേക്ക് എത്തുക. ആ വഴി നേരെ പോയി കഴിഞ്ഞാലാണ് നമ്മളിവിടെയുള്ള വാച്ച് ടവറിന് മുകളിലെത്തുക. നല്ല രീതിയിൽ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മൾ റെസ്റ്റ് എടുത്തിട്ടല്ല കയറി വന്നിട്ടുള്ളത്. കണ്ടിന്യൂസ് ആയി നടന്ന് കയറുന്നത് കൊണ്ട് തന്നെ ശ്വാസം എടുക്കാനൊക്കെ ചെറിയ രീതിയിൽ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഇവിടേക്ക് വരുന്ന ആളുകളൊക്കെ എന്തായാലും വെള്ളം വാങ്ങാൻ ശ്രമിക്കുക. പിന്നെ ഇവിടെ വെള്ളം വാങ്ങുമ്പോൾ തന്നെ അവർ കുപ്പിയുടെ മുകളിൽ ചെറിയ നമ്പർ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് തരുന്നുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്ലാസ്റ്റിക് കാര്യങ്ങളൊന്നും ഇടാൻ ഇവിടെ അനുവദിക്കുന്നില്ല. അത്രയും ക്ലീനായിട്ടാണ് ഇവർ ഈ ഒരു പ്ലേസ് കൊണ്ട് നടക്കുന്നത്. ഇനി ഈ വഴി ഏകദേശം ഒരു 500 മീറ്ററോളം നമ്മൾ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ കൊടികുത്തിമലയുടെ മുകളിലെത്തും. ഞായറാഴ്ചകളിലൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ട് ആളുകൾ വരുന്നത്. ഇന്ന് ഒഴിവ് ദിവസം അല്ലാത്തത് കൊണ്ട് തന്നെ അധികം ആളുകളൊന്നുമില്ല. നമ്മൾ നടക്കുന്ന വഴി എല്ലാ ഭാഗവും കംപ്ലീറ്റ് ആയിട്ട് ആളൊഴിഞ്ഞ വഴിയാണ്. ഇതാണ് കൊടികുത്തിമലയുടെ മുകളിലെ വാച്ച് ടവർ. അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് നമുക്ക് തോന്നും. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1770 അടി ഉയരത്തിലാണ് കൊടികുത്തിമല സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വിശാലമായി ഒരുപാട് കുന്നുകളും മലകളൊക്കെ കൊടികുത്തിമലയുടെ മുകളിൽ നിന്ന് കാണാൻ കഴിയും. അത്യാവശ്യം നല്ല ഭംഗിയുള്ള വ്യൂ ആണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മുകളിൽ ഇരിക്കാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ ഏറ്റവും മുകളിലായിട്ട് നല്ല രീതിയിൽ കാറ്റ് വീശുന്നുണ്ട്. നമുക്കതൊക്കെ നല്ല രീതിയിൽ ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. വലിയ വെയിലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ
കഴിയും. അപ്പോൾ നമ്മൾ കൊടികുത്തിമലയുടെ മുകളിൽ നിന്ന് തിരിച്ചിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.